കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. അവിടുത്തെ ദൈവം വിശ്വസ്തതയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഏത് സാഹചര്യത്തിലും യോർദാൻ മുമ്പിൽ വരുമ്പോഴും ചെങ്കടൽ വരുമ്പോഴും പർവ്വത സമാനമായ പ്രശ്നങ്ങളുടെ നടുവിലും ഫിലിസ്തീയ ശക്തിയുടെ ആക്രമണത്തിൻ്റെ നടുവിലും ഒക്കെ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ യഹോവയെ ഒരു ദിവസമൊന്നല്ല എല്ലാ കാലത്തും വാഴ്ത്തും. അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഒരു ദൈവഭക്തന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് സാഹചര്യങ്ങളെ കണ്ട് പിന്നോട്ട് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. സാഹചര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം നമ്മുടെ മൺകൂടാരങ്ങളിലൊന്ന് തിരിച്ചറിഞ്ഞ് ദൈവമേ, അങ്ങയുടെ പ്രവൃത്തിയും അങ്ങയുടെ ഇടപെടലും അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയും എൻ്റെ മേൽ ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് ആഴമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി. 1000 പ്രശ്നങ്ങൾ മുമ്പിലുണ്ടെങ്കിലും കർത്താവിൻ്റെ ഒരു വാക്ക് മതി എന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ആ വാക്കിന് പെരുത്ത മീൻകൂട്ടം വലയിലേക്ക് കയറിയെങ്കിൽ, ആ വാക്കിൻ്റെ മുമ്പിൽ പിശാചുക്കൾ വിറച്ചെങ്കിൽ, ആ വാക്ക് ഉളവാക്കിയെങ്കിൽ ഇന്ന് പകലിലും തൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി അതിവേഗത്തിൽ വെളിപ്പെടുത്തി സ്വർഗമാദരിക്കും എന്നുള്ളതിന് സംശയമില്ല. ധൈര്യത്തോടെ പറയാൻ കഴിയണം, ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിക്കുന്നു, കർത്താവിൻ്റെ വാക്ക് വിശ്വസിക്കുന്നു, കർത്താവിൻ്റെ പ്രവൃത്തിയെപ്പറ്റി ഞാൻ എന്നും ഘോഷിച്ചുല്ലസിക്കുമെന്ന് പറയുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ സകല ഭയങ്ങളും ഇന്ന് പകൽ മാറുകയാണ്. നിങ്ങളെ അലട്ടുന്ന സകല വിഷയങ്ങളുടെ മേലും സ്വർഗം ജയം നൽകുന്ന പകൽക്കാലമാണ്. എത്ര നാളായി എന്ന് ചോദിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവിൻ്റെ വാക്ക് ഇന്ന് പകലും വിടുതലായി പരിണമിക്കും. 12 സംവത്സരമായപ്പോൾ ഡോക്ടേഴ്സ് മാറി മാറി ഈ വ്യക്തിയെ ചികിത്സിച്ചിട്ടും വിടുതൽ വന്നില്ല. രക്തസ്രാവമുള്ള സ്ത്രീ, അവിടെ സമ്പാദ്യം നഷ്ടപ്പെട്ടു. ചരിത്രം നമുക്കെല്ലാം അറിയാം. ഭയമകത്ത് വന്നു, ആരോഗ്യം ക്ഷയിച്ചു. എല്ലാവർക്കും താൻ ചോദ്യചിഹ്നമായെങ്കിലും യേശുവിൻ്റെ വർത്തമാനം കേട്ട അവൾ പരാജയത്തിലേക്കല്ല പിന്നെ നീങ്ങിയത്, വിടുതലിലേക്കാണ് നീങ്ങിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമെങ്കിൽ 12 സംവത്സരമാകട്ടെ, 18 ആകട്ടെ, 38 സംവത്സരം ബെഥസ്ദാ കുളക്കരയിൽ ഒരുവൻ കിടക്കുകയാണ്. അവൻ്റെ മനസ്സിടിഞ്ഞു. അതുകൊണ്ട് യേശു ചോദിച്ചത്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? മനുഷ്യമായി മനുഷ്യൻ തകർക്കപ്പെട്ടിരിക്കുക. തൻ്റെ മൈൻഡ് വല്ലാതെ വേദനിച്ചു. സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടു. ഇവൻ യേശുവിൻ്റെ ചോദ്യത്തിന് പറഞ്ഞ മറുപടിയും നെഗറ്റീവാണ്, എനിക്കാരുമില്ല. യേശു അതല്ല ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വന്നത് നിന്നെ സൗഖ്യമാക്കാനാണ്. 38 സംവത്സരമായത് യേശുവിൻ്റെ ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ സൗഖ്യത്തോടെ എഴുന്നേറ്റ് നടന്നെങ്കിൽ ഇന്ന് പകലിലും നിങ്ങൾ കാലയളവുകൾ നോക്കരുത്, ദീർഘമെന്ന് പറഞ്ഞ് നെടുവീർപ്പെടരുത്. എൻ്റെ കർത്താവ് ആഴത്തിലും ആഴിയിലും കൊടുങ്കാറ്റിലുമൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ഈ ദൂതേറ്റെടുക്കാൻ തയ്യാറാകട്ടെ. വളരെ സുപരിതമായൊരു വാക്യം, റോമാലേഖനം 8:11 വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ
ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്. നോക്കൂ, യേശുവിനെ കല്ലറയിൽ വെച്ചോ, മാംസങ്ങളെല്ലാം പറിച്ചെടുത്തു. അതിനു മുമ്പ് നമുക്കറിയാം, ക്രൂശീകരണത്തിന് മുമ്പ് ഈ കൊളുത്തുകൾ കൊണ്ടുള്ള ചട്ടാവാറിൻ്റെ അടിയേൽക്കുമ്പോൾ മാംസങ്ങൾ പറഞ്ഞു വരും. സ്തോത്രം. എല്ലാ മേഖലകളിലും തകർക്കപ്പെട്ട ഒരനുഭവം, അവസ്ഥകൾ തിരുവെഴുത്ത് വർണ്ണിക്കുന്നത് നോക്കൂ. 22-ാം സങ്കീർത്തനത്തിൽ എൻ്റെ അസ്ഥികളെല്ലാം മാംസങ്ങൾ ഇളകി മാറി. അസ്ഥികൾ ശേഷിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ എനിക്ക് വിളിച്ചു പറയാനുള്ളത്, ആ യേശുവിൻ്റെ ശരീരത്തിലേക്ക്, സാധ്യതയില്ലാത്ത ശരീരമെന്ന് ലോകം പറഞ്ഞിടത്തേക്ക്, പ്രതിസന്ധികൾ രൂക്ഷമായെന്ന് ലോകം പറഞ്ഞിടത്തേക്ക്, എൻ്റെ യേശുവിലേക്ക് പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ, എഫെസ്യ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ, യേശുവിലേക്ക് വിശ്വസിക്കുന്നതിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം വ്യാപരിച്ചപ്പോൾ കല്ലറകൾക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. റോമ ഗവൺമെൻറ്റിനും സാധ്യതകൾ അസ്തമിച്ചു എന്ന് പറഞ്ഞ് സീല് വെച്ച ശക്തികൾക്കും കാവൽ നിരകൾക്കും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി കല്ലറകളെ ഭേദിച്ചുകൊണ്ട് എൻ്റെ യേശുവിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ സാധ്യതകൾ അസ്തമിച്ചു. കല്ലുകൾ വെച്ചിട്ടുണ്ട്, മുദ്രകളുണ്ട്, അധികാരങ്ങളുണ്ട്, എല്ലാം എനിക്കെതിരാണ് എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരോട് വചനത്തിന് വിളിച്ചു പറയാനുള്ളത്, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ ആവസിക്കുന്നെങ്കിൽ, ആ പവർ നമ്മൾ വ്യാപരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ഡെഡായ വിഷയങ്ങളെ, മർത്യമായ വിഷയങ്ങളെ ഉയർപ്പിക്കാൻ ദൈവശക്തിക്ക് കഴിയുമെന്ന് പരിശുദ്ധാത്മാവിൽ എനിക്ക് വിളിച്ചു പറയാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. ലോകം സീൽ ചെയ്തത്, ലോകം അടച്ചത്, കല്ലുവെച്ചത് ഈ പകൽ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ഏതൊക്കെ വിഷയമാകട്ടെ ഡെഡായിരിക്കുന്നത്, നിങ്ങളുടെ ആത്മീയമാണോ ഇന്ന് പകൽ അതിലേക്ക് ദൈവശക്തിയുടെ അളവില്ലാത്ത വലുപ്പം വരുമ്പോൾ നിങ്ങൾ ആത്മാവിൽ ശക്തരാകുകയാണ്. ശാരീരികമായി ഡെഡായ വിഷയമാണോ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകൂ, നിങ്ങളെ ശക്തനാക്കുന്ന ദൈവശക്തിയുടെ വലുപ്പം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ശരീരത്തിൽ തന്നെ ഒത്തിരി ബലഹീനായിരുന്നു, പക്ഷേ അളവറ്റ ദൈവകൃപ തൻ്റെ മേൽ വന്നപ്പോൾ ഫിലിപ്പി ലേഖനത്തിൽ താൻ പറയുന്ന വാക്യം സത്യമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പ്രിയരെ, ഇന്നു പകൽ ആ ദൈവശക്തി, ആ ദൈവകൃപ, അതിൻ്റെ ആഴങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന പകൽക്കാലമാണ്. നോക്കൂ, ആ വാക്യം വളരെ ആഴമുള്ളതാണ്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, യേശുവിനെ ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ, അവിടുത്തെ ആത്മാവിനാൽ, ഈ ആത്മാവ് നമ്മുടെ ഇടയിൽ വസിക്കണം, നമ്മുടെ അകത്ത് വസിക്കണം. നമ്മുടെ സഭകളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടാകിയാൽ, ഓ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ചലിക്കാത്തത് ചലിക്കും, നടക്കാത്തത് നടക്കും, ജീവൻ വെക്കാത്തത് ജീവൻ വെക്കും, ബലമില്ലാത്തത് ബലം വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, യൗവനക്കാർ ഇടറി വീഴും, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത തലത്തിലേക്ക് കയറും, വാഗ്ദത്തങ്ങളിലേക്ക് കയറും, ദൈവം ഒരുക്കി വെച്ചതിലേക്ക് കയറും. ആർക്കും അതിനെ തടയാൻ പറ്റില്ല. ഒരുവൻ്റെ മേലെ ആത്മാവ് വന്നാൽ അവൻ അസാധാരണമായ ചില ദൈവപ്രവർത്തികളിലൊക്കെ നടത്തപ്പെടും. വിശ്വസിക്കാമോ? പത്രോസിൻ്റെ മേലും പൗലോസിൻ്റെ മേലും ഒക്കെ ഈ ആത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ കാരാഗ്രഹത്തിന് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല കേട്ടോ.
ലോകത്തിലെ അധികാരങ്ങൾക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. നിങ്ങളെ ഇന്ന് ഭ്രമിപ്പിക്കുന്ന ഹെരോദ്യ ശക്തികളാകട്ടെ, ഹാമാന്യ ശക്തികളാകട്ടെ, പറവോനാകട്ടെ, ഒരു ശക്തിക്കും ദൈവാത്മാവുള്ളവനെ ഒതുക്കാൻ പറ്റി. നോക്കൂ, പറവോൻ യോസഫിനെ പറ്റി പറഞ്ഞത് എന്താണ്? വേറൊന്നുമല്ല, അവന് വലിയ സൗന്ദര്യമുണ്ടെന്നോ ഭയങ്കര ബലമുണ്ടെന്നോ ഒന്നുമല്ല. ദൈവാത്മാവുള്ള മനുഷ്യൻ, കണ്ടോ, ദൈവാത്മാവുള്ളവനെ ഒതുക്കാൻ പറവോൻ്റെ കാരാഗ്രഹത്തിനോ പൊത്തിഫറിനോ സഹോദരങ്ങൾക്കോ കഴിയത്തില്ല. ദൈവാത്മാവുള്ളവൻ്റെ മുമ്പിൽ ദേശം മുട്ടുകുത്തുകയാണ്. ദൈവാത്മാവുള്ളവന്റെ മുമ്പിൽ രാജ്യം വിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവുള്ളവന്റെ മുമ്പിൽ ഭൂതങ്ങൾ അലറിയോടും. ദൈവാത്മാവുള്ളവൻ ഇന്ന് പകൽ ആത്മാവിൽ ശക്തിയോടെ എഴുന്നേൽക്കുന്ന പകൽക്കാലമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങൾ വസിക്കുന്നെങ്കിൽ ഞങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നു. ഞങ്ങൾ ജയം പ്രാപിക്കാൻ പോകുന്നു. ഞങ്ങൾ ദൈവകൃപ ഏറ്റെടുക്കാൻ പോകുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തരാകാൻ പോകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ടച്ച് ചെയ്യാൻ പോകുന്നു. ഞങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും? ആ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ഉയർപ്പിക്കും, ഞങ്ങളെ എഴുന്നേൽപ്പിക്കും. ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങൾ തിരിച്ച് അടഞ്ഞത് തുറക്കും. യെസ്, ഹല്ലേലൂയ. ഈ പകൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. നിങ്ങളുടെ തലമുറകളുടെ മേൽ സംഭവിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന്മേൽ സംഭവിക്കുന്നു. ദൈവസഭയുടെ മേൽ ചില വിടുതലുകൾ സംഭവിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മൺകൂടാരങ്ങൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളെ ടച്ച് ചെയ്തിരിക്കാൻ സ്തോത്രം. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ നിറയുന്നതിനായി സ്തോത്രം. കർത്താവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് ഞങ്ങളുടെ എല്ലാ മേഖലകളെ ഉയർപ്പിച്ച് ആത്മാവിൽ ശക്തിയോടെ ബലത്തോടെ നിർത്തുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ബലത്തോടെ മുൻപോട്ട് പോകൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ അകത്തുണ്ട്. ആ ശക്തി ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മൾ സകലത്തെയും ജയിക്കും. നമ്മൾ ആത്മാവിൽ എഴുന്നേൽക്കും. പ്രാർത്ഥനയോടെ നിൽക്കൂ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.